നാഷണൽ ഡേ ഓഫർ കേട്ടോ, വേറെ ലെവൽ നാഷണൽ ഡേ ഓഫർ ഓഫർ ആട്ടോ. 515 നോ പ്രോഫിറ്റ് വെച്ചിട്ട് കൊടുക്കുകയാണ് വെറും ഓഫറിൽ. അതിനൊരു സ്ക്രാച്ച് കഴിഞ്ഞ ആഴ്ച ഇട്ട വീഡിയോയിൽ കമന്റ് ഇട്ട ഒരാൾ നമ്മൾ രണ്ടാളെ തന്നെ എടുക്കുന്ന പറഞ്ഞിട്ട് ആരെ കമന്റ് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഇൻഷുറൻസിന് നിങ്ങൾക്ക് അതും നല്ലതാണ്, കാരണം മാക്സിമം നിങ്ങൾ വാറണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. 150 നോക്കണ്ടേ, നിങ്ങൾക്ക് ഒരു വർഷം വരെ നിങ്ങൾക്ക് നല്ലതാണ്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആപ്പിൾ USA ഓക്കെ ഓൾറെഡി റിസർവേഡ്, ഇപ്പുറത്തും TDRയിലും രണ്ടും സെയിം ആണ്. ഓക്കെ, ഈ നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ. അപ്പോൾ ഇത് ഐഫോൺ 12 വേണ്ടവർക്ക് 12, 13 വേണ്ടവർക്ക് നോൺ ആക്റ്റീവ്, 14 ഏതൊക്കെ വേണ്ട ഏത് സാധനങ്ങൾക്ക് ആപ്പിളിന് നല്ല ജെന്യൂൻ പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. പിടുത്തങ്ങ് വിട്ടിട്ടുണ്ട്, എന്തെന്നാന്ന് തിരിയുന്നില്ല, അമ്മാതിരി പ്രൈസ്. അപ്പം TDRA എന്ന് പറയുന്നതിന്റെ അർത്ഥം ആദ്യം എല്ലാവരും മനസ്സിലാക്കണം. TRA TDRA എന്നുള്ളതിന്റെ അർത്ഥം ആദ്യം അറിഞ്ഞിട്ട് വരാം. ജസ്റ്റ് ഗൂഗിൾ കൊണ്ടുപോയിട്ട് സെർച്ച്. ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇപ്പൊ സാംസങ്ങിന്റെ ഫോണായാലും ഐഫോണിന്റെ ഫോണായാലും. അപ്പൊ അതിൽ റീഫർബിഷ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതും അതിൽ റീഫർബിഷ്ഡ് മാറി. ഇപ്പം പല സൈറ്റിലുള്ള ആൾക്കാരും റിന്യൂവ്ഡ് എന്നുള്ളൊരു സംഭവം ഇട്ടിട്ടുണ്ട്. 3 മാസം വാറണ്ടി വരും. ബാറ്ററിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്പോട്ടിൽ നിങ്ങളെ പൈസ ഞാൻ തിരിച്ചു തരും. ബാറ്ററിന്റെ കാര്യത്തിൽ അത്രയും ഗ്യാരണ്ടി വരും. അതായത് ഇതിന്റെ ബാറ്ററി ഹെൽത്ത് വരുന്നത് ഇതാണ്. ഇതിന്റെ ബാറ്ററി 89. സ്റ്റിൽ 2 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. 2 വർഷത്തിന് മുകളിലായി നമുക്ക് തോന്നുന്നു. പ്രൈസ് കുറഞ്ഞു കിട്ടിയോണ്ടാണ്, അല്ലാണ്ട് ഇതിൽ പാർട്സോ കാര്യങ്ങളോ ഒന്നും മാറ്റിയില്ല കേട്ടോ. പ്രൈസ് കുറഞ്ഞിട്ട് കിട്ടിയപ്പോൾ നമുക്ക് കുറച്ച് 13 സീരീസ്, 12 സീരീസ്, 11 സീരീസ്, 14 സീരീസും ആയി. ഇപ്പം നോൺ ആക്റ്റീവ് 15 Pro Max കേട്ടോ. നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരും യൂസ് ചെയ്യാത്ത അല്ല കിഡ്ലെസ് ആണ്. എങ്ങനെ ലൈക്ക് ബ്രാൻഡ് ന്യൂ ഒരു ഐഫോൺ മേടിക്കണം ആഗ്രഹമുള്ള ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഏത് മോഡലും നിങ്ങൾക്ക് ഇവിടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടിക്കോ. കിട്ടില്ലം പോലത്തെ പ്രൈസിന് ഒരു സാധനം കൊണ്ട് ചങ്ങായി വരുന്നുണ്ട്. ആരാ അറിയോ? മാർക്കോലി ഉണ്ണിമുഖം വരുന്ന അതേ സ്റ്റൈൽ കൊടുത്തു. ബാമനെ അപ്പൊ കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടി കേട്ടോ. ഉണ്ണിമൂന്നിനെ ഇവിടെ ഫിറ്റ്നസ് കൊടുത്ത ആളുണ്ട് നമ്മുടെ പോട്ടാ. മാർക്കോല ഉണ്ണിമൂന്ന് അല്ല, മാർക്കോല ഫുള്ള് കഥ അറിയാം, പറയില്ല എന്ന് പറഞ്ഞു. പറയില്ല മാർക്കോല ഉണ്ണിമൂന്നിന് ഫിറ്റ്നസ് കൊടുത്ത ആളാണ്, അറിയാലോ അല്ലേ ജിമ്മുകാരൻ. ഓക്കെ, ജിമ്മുകാരെ പറ, എന്താണ് നാഷണൽ ഡേ ഓഫർ, ബ്ലാക്ക് ഫ്രൈഡേ ഓഫർ, ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഓഫർ? എന്താ ഓഫർ? തകർപ്പൻ പ്രൈസിന് ഒരു രക്ഷയില്ല, പിടുത്തങ്ങ് വിട്ടിട്ടുണ്ട്, എന്തെന്നാന്ന് തിരിയുന്നില്ല, അമ്മാതിരി പ്രൈസ്. അപ്പൊ നമ്മൾ ഫോൺ ഗ്യാരേജിൽ എത്തിക്കണ്ട. വെള്ളി ശനി ഞായർ ഓഫർ, ഫ്രൈഡേ ബ്ലാക്ക് ഫ്രൈഡേ ഓഫർ, വൈറ്റ് ഫ്രൈഡേ ഓഫർ, യെല്ലോ ഫ്രൈഡേ ഓഫർ, ഒപ്പം നാഷണൽ ഡേ ഓഫർ. ഇതാ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചിരിക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ ലെവൽ ഓഫർ. ഇതാ ബാക്കിലൊക്കെ നിരത്തി വെച്ചിട്ട് സാധനം വേറെ ലെവൽ ഓഫറാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങളെ ഞെട്ടിക്കാനുള്ള ഓഫർ അല്ലേ? ഞെട്ടിക്കുക. ഇവിടെ ഫോണോട് വെച്ച് ഇപ്പൊ ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ ഫോൺ വെച്ച് ഫോൺ ഇവിടെ വെച്ചല്ലേ? ഓക്കെ, ഇതല്ലേ ഫോണ്? അതെ, എന്നാ ഒന്ന് ഓപ്പണാക്കി ഒന്ന് നോക്കൂ. നോട്ടെ നമ്മുടെ ചെക്കന്മാർക്ക് കമന്റ് ഇട്ടുണ്ടോട്ടെ. നല്ല അടിപൊളി കമന്റ് ഇട്ടവർക്ക് നമ്മൾ എന്താ കൊടുക്കുക? 1 വർഷം ഗ്യാരണ്ടി ഉള്ള, 1 വർഷം ഗ്യാരണ്ടി അല്ലേ? 1 വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള ഇയർബഡ് ആയിട്ട് കൊടുക്കണം നമ്മള്. അപ്പൊ ഇത് നേരിട്ട് വാങ്ങേണ്ടവർക്ക് എത്ര പ്രൈസ്? 99 ദിർഹത്തിന് 2 പീസ് ഇട്ടാ. അല്ലാത്തവർക്ക് നമ്മളിതാ ഇപ്പൊ നമ്മുടെ വീഡിയോയിൽ ഇപ്പൊ ഫോൺ ഗ്യാരേജിൽ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയിൽ കമന്റ് ഇട്ട ഒരാൾ നമ്മൾ രണ്ടാളെ തന്നെ എടുക്കുന്ന പറഞ്ഞിട്ട് ആരെ കമന്റ് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ആഷിഖ് ഷറഫുദ്ദീൻ കമന്റ് ഇട്ടിട്ടാ 2024 ഫോൺ ഗ്യാരേജ് മച്ചന്മാർ പൊളിയാണ്. മെസ്സേജിന് പെട്ടെന്ന് റിപ്ലൈ തരുന്നുണ്ട്, ഏത് കാര്യവും കറക്റ്റായി പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിന് എടുത്തിരുന്നു, ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കും ഒരു രക്ഷയില്ല. അതെ, അപ്പൊ മൂപ്പര് പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതാ സാധനം കണ്ടല്ലോ അല്ലേ? ഇതാ മൂപ്പർക്ക് ഒരു ഇയർബഡ് ഉണ്ട്. പിന്നെ ഒരുപാട് കമന്റുകൾ ഉണ്ട് കേട്ടോ. ചേട്ടാ ലൊക്കേഷൻ എവിടെയാന്ന് ഇതൊക്കെ ചോദിക്കാണ്ടോ? ലൊക്കേഷൻ പറഞ്ഞാ കറാമ. കണ്ണിന്റെ കൃഷ്ണമണിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണും കറാമ. അതാണ് കറാമ ദുബായ് കറാമയാണ്. അതായത് നിങ്ങൾ എന്താ ആദ്യം തന്നെ UAE ഉള്ളവർ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെസ്റ്റോറന്റ് ഉള്ള ഏരിയ ഏതാണ്? കറാമ. അപ്പൊ കറാമ അല്ലത്തർ മാൾ, ഷോപ്പ് നമ്പർ 82, ഫോൺ ഗാരേജ്. അപ്പൊ ഒരു നമ്മുടെ അഹമ്മദ് കബീർ എഴുതിയിട്ടുണ്ട്. BB ഇഷ്ടം ഫോൺ ഗാരേജ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ BB ഇഷ്ടം ഫോൺ ഗാരേജ് ഇഷ്ടം എന്ന് പറഞ്ഞ ആൾക്കും ഒരു ഇയർബഡ് ഉണ്ട് കേട്ടോ. 2 ഇയർബഡ് പൊളിച്ചടിക്കുക. അപ്പോൾ ഇതിലെല്ലാം അടിപൊളി കിടലം കമന്റും കാര്യങ്ങളൊക്കെ എഴുതി നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ ആരാണെന്ന് തിരഞ്ഞെടുക്കുന്നുണ്ടാവും അല്ലേ? ഇനിയിപ്പോ എയർബഡ് മാത്രമേ കണ്ട എല്ലാം കൊടുക്കും. ഒരു തലക്കുന്ന ഞങ്ങൾ എല്ലാം പൊളിച്ചു തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ കിട്ടൂലാണ്ടാ. ഓക്കെ, അപ്പൊ തുടങ്ങാം. അപ്പൊ ഏതാണ് ആദ്യം കൊടുക്കുന്നത്? ആദ്യം നമുക്ക്
വലിയ മോഡലിന് തുടങ്ങാം. വലിയ മോഡൽ തുടങ്ങാം. ചെറിയ മോഡലൊന്നും പറ്റൂല. ഓക്കെ 15 Pro 15 Pro ആദ്യം ഞങ്ങൾ തരാൻ പോണ 15 Pro എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? 2949 വേണ്ടല്ലേ? 2949 2949 ദിർഹത്തിന് മച്ചമാനെ നല്ല പീസ്, നോട്ട് റിപ്പയർഡ് കേട്ടോ. ഒരു പാർട്സും ചേഞ്ച് ഇല്ല. ഏത് ദുനിയാവിന്റെ അറ്റത്ത് പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ ഇതാ മച്ചമാനെ പിടിച്ചോ, നല്ല കിഡിലെ സ്റ്റോക്ക്. 15 Pro മേടിക്കുന്നവർക്ക് നല്ല കിഡിലെ ചാൻസ് ആട്ടോ. നല്ല അടിപൊളി സാധനം. ഇതാ എത്ര സാധനം ഉണ്ട്. ഞങ്ങൾ സ്പെഷ്യലായിട്ട് നാഷണൽ ഡേക്ക് ആയിട്ട് ഇങ്ങനെ വേറെ ലെവലായിട്ട് സാധനം ഇറക്കി വെച്ചിരിക്കുകയാണ്. വേറെ ലെവൽ ഓഫർ. ഓക്കെ അടുത്തത് കൊടുക്കാം. അടുത്തത് നമുക്ക് കൊടുക്കാം 15 Proയില് ആക്റ്റീവ് സ്റ്റോക്ക് ഉണ്ട്. ആക്റ്റീവ് സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ 15 Pro ആക്റ്റീവ് സ്റ്റോക്ക്. അത് വരുമ്പോൾ നമുക്ക് 3150 100 ബാറ്ററി. 100 ബാറ്ററി ഇവിടെ 100 ബാറ്ററി ആക്റ്റീവ് സ്റ്റോക്ക് ഇല്ലേ? ഇവിടെ 100 ബാറ്ററി ഉണ്ട്. എടുത്ത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈനോട്ട് സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ ആണ് ഈ പ്രൈസ് വരുന്നത്. അതിന് നോർമൽ പ്രൈസ് ജസ്റ്റ് ആക്റ്റീവിന്റെ പ്രൈസ് വരുന്നത് 3300 ആണ്. 3300. ഈ ജസ്റ്റ് ആക്റ്റീവിലാണോ മൈനോട്ട് സ്ക്രാച്ച് വരുന്നത്? അല്ല, ജസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്ന സ്റ്റോക്കിൽ എന്ന് പറഞ്ഞാൽ മൈനോട്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മൈനർ സ്ക്രാച്ചസ്, ചെറിയ മൈനർ ഗ്ലാസ് ഇട്ടാ കാണാത്ത മൈനർ സ്ക്രാച്ച് 100 ബാറ്ററി. ഓക്കെ എത്ര കൊടുക്കാം? അത് നമുക്ക് 3150 3150. അത് ജസ്റ്റ് ആക്റ്റീവ് അല്ലല്ലോ, ആക്ടിവേഷൻ കഴിഞ്ഞ സ്റ്റോക്ക് തന്നെയാണ്. അതിലുണ്ട്. അത് യൂസ്ഡ് അല്ല ശരിക്കും, പക്ഷെ അത് മൈനോട്ട് സ്ക്രാച്ച് ആയിട്ട് വരുന്നുണ്ട്, ഡയറക്ട്ലി വരുന്നതുകൊണ്ട് അങ്ങനെ വരുന്ന സ്റ്റോക്ക്. ഓക്കെ 3150 വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല, അയച്ചിട്ട് പിടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് മൈനോട്ട് സ്ക്രാച്ച് അവിടെ വരുന്നുള്ളൂ അല്ലേ? അപ്പൊ ഇനിയിപ്പോ ചോദിക്കട്ടെ, ഇപ്പൊ ജസ്റ്റ് ആക്റ്റീവ് സ്ക്രാച്ച് ഇല്ലാത്താണെങ്കിലോ? ജസ്റ്റ് 3300 ആണ് വെച്ചാൽ അതിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ ഇത് രണ്ടും നല്ല കിഡിലെ സാധനമാണ്. നിങ്ങൾക്ക് ഒരു ഐഫോൺ മേടിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഏത് മോഡലും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ചൂസ് ചെയ്ത് കളറൊക്കെ ചൂസ് ചെയ്ത് എടുത്തിട്ട് പോകാൻ പറ്റും. വേറെ ലെവൽ ഓഫർ. ഓക്കെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് 15 Pro നമ്മൾ കൊടുത്തു. ഓക്കെ 15 Pro എടുത്തു. ഇനി 15 Pro Maxൽ ബ്രാൻഡ് ന്യൂ ആദ്യം കൊടുക്കാം നമുക്ക്. ഓക്കെ 15 Pro Max. ഓക്കെ സ്പെഷ്യൽ 3950 വിത്ത് 1 ഇയർ ആപ്പിൾ വാറണ്ടി. വിത്ത് 1 ഇയർ 3950 ഒക്കെ വെച്ചാൽ ഇത് 1 ഇയർ ആപ്പിൾ വാറണ്ടി അടക്കട്ടാ. ഇത് 15 Pro Max നല്ല കിഡിലെ സാധനം. ഓക്കെ 256GB 256 വിത്ത് 1 ഇയർ ആപ്പിൾ വാറണ്ടി അടക്കം. ഓക്കെ 512GB. ഓക്കെ 512GB 15 Pro Max എത്ര കൊടുക്കാം? എത്ര കൊടുക്കണം പറഞ്ഞു? മാർക്കറ്റ് 4600 4700 കൂടെ 4450 ഇന്റർനാഷണൽ വാറണ്ടി പിടിക്കും 15 Pro Max. ഓക്കെ ഡൺ. 512 GB ആട്ടാ. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ തപ്പണ സാധനമാണ് 15 Pro Max ബോക്സ് പീസ് ഏറ്റവും വില കുറവിലാണ്. ദ ബോക്സ് പീസ് വിത്ത് 1 ഇയർ ആപ്പിൾ വാറണ്ടി അടങ്ങൾക്ക് ഏറ്റവും വില കുറവിൽ. ഓക്കെ ഡൺ. അടുത്ത് നെക്സ്റ്റ് നമ്മൾ കൊടുക്കും 15 സീരീസ് തന്നെ 15 കൊടുക്കും. 15 iPhone 15 നോക്കണം. നോൺ ആക്റ്റീവ് കൊടുക്കും. നോൺ ആക്റ്റീവ് ഫിസിക്കൽ ഡുവൽ സിം. iPhone 15 നോൺ ആക്റ്റീവ് ഫിസിക്കൽ ഡ്യുവൽ സിം ഇട്ട് അത് ആരും തൊടാത്ത ടച്ച് ചെയ്യാത്ത നല്ല കിഡിലെ സാധനം. എത്ര കൊടുക്കുക ഓഫർ? 2450. എന്താ പിടിക്കുക 2450 2450 ദിർഹത്തിന് നിങ്ങൾക്ക് കിട്ടോ. നിങ്ങൾക്ക് മച്ചാമാരെ iPhone 15 250 അല്ലേ? 256 GB അതല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ജസ്റ്റ് ആക്റ്റീവ് അല്ലേ ഇത്? അത് നോൺ ആക്റ്റീവ് സാധനം. നോൺ ആക്റ്റീവ് സാധനം. ഓക്കെ ഡൺ. അടുത്ത് ഇനി നമ്മൾ എന്താക്കണം? 14 സീരീസിലേക്ക് പോകണം. ഓക്കെ 15 Pro Max നോൺ ആക്റ്റീവിലേക്ക് പോകണം. 15 Pro Max നോൺ ആക്റ്റീവ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ആക്റ്റീവ് 15 Pro Max കേട്ടോ. നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരും യൂസ് ചെയ്യാത്ത നല്ല കിഡിലെ സാധനം. എങ്ങനെ ലൈക്ക് ബ്രാൻഡ് ന്യൂ കേട്ടോ. ഈ സാധനങ്ങൾ നോക്കി സൈഡൊക്കെ നോക്കി നല്ല ക്ലീൻ ആയി ടച്ച് ചെയ്ത് പോലില്ല. വേറെ ലെവലിന് 15 Pro Max എത്ര കൊടുക്കുക? 3699 3699 3699 ദിർഹത്തിന് 15 Pro Max നോൺ ആക്റ്റീവ് കിട്ടും. 1300 രൂപ കുറവാണ്. അപ്പോൾ പുതിയ വേണമെങ്കിൽ പുതിയ ബ്രാൻഡ് ന്യൂ വേണ്ട വിത്ത് ബോക്സ് വേണമെങ്കിൽ ഉണ്ട്. ഒരു ബോക്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ 1300 ദിർഹമാണ് കുറയണത്. അങ്ങനെ വേണ്ടവർക്ക് 15 Pro Max 256 കിഡിലും പ്രൈസിൽ. ഓക്കെ എല്ലാ കളറും കിട്ടും. നമുക്ക് അവൈലബിൾ ഉള്ള കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ കളറും ഉണ്ട്, അതുപോലെ വൈറ്റ് വേറെ ലെവൽ സാധനം. അടിപൊളി വൈറ്റ് ആണ് 15 സീരീസ്. ഒന്നും പറയാനില്ല, വേറെ ലെവൽ വൈറ്റ് കളർ. ഓക്കെ ഡൺ. അടുത്ത നെക്സ്റ്റ് നമ്മള് 15 Proയില് 512GB ജെനുവിൻ ആപ്പിൾ പാർട്ട് മെസ്സേജ് മാത്രമേ ഉള്ളൂ. അതിന്റെ പ്രൈസ് നമ്മൾ വളരെ കുറച്ചിട്ട് കൊടുക്കാൻ പോകുന്നത് 299 ബാറ്ററിയും ഒന്നില് 99 ബാറ്ററിയും മൈനോട്ട് സ്ക്രാച്ചസ് 512GB. ഓക്കെ 512GB മൈനോട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല 512GB ഉള്ള സാധനങ്ങൾക്ക് 92 ബാറ്ററി 99 ബാറ്ററി. ഓക്കെ എത്ര കൊടുക്കാം നമ്മള്? അത് നമുക്ക് 2999 കൊടുക്കാം. 299 ക്ലിയറൻസ് ആണ് അങ്ങനെ കൊടുക്കുന്നത്. ക്ലിയറൻസ് സെയിൽ ഓഫർ ആട്ടോ. നോ പ്രോഫിറ്റ് വെച്ചിട്ട് കൊടുക്കുകയാണ്. വെറും ഓഫറിൽ മൈനോട്ട് സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. ഈ സൈഡിലൊക്കെ നോക്കിയാൽ മതി. ഒരു കവർ ഇട്ടോ ഒന്നും അറിയില്ല, വേറെ അഴിച്ചിട്ടോ പിടിച്ചിട്ടോ ഒന്നുമില്ല.
ഒറിജിനൽ അല്ല, ഇത് ആപ്പിൾ പാട്ടാണ് അല്ലേ? ജെനുവിൻ ആപ്പിൾ പാട്ട്. ജെനുവിൽ ആപ്പിൾ പാട്ടാണ് ആവശ്യമുണ്ട്. ജെനുവിൽ ആപ്പിൾ പാട്ടാണ്, അതായത് ആപ്പിൾ സ്റ്റോറിൽ കൊണ്ടുപോയിട്ട് മാറ്റിയ ആണ് ജെനുവിൻ ആപ്പിൾ പാട്ട് വരുന്ന സാധനം. അതായത് സം പാർട്സ് മേ ബി, അതായത് പിന്നെ ക്യാമറയോ അല്ലെങ്കിൽ ഡിസ്പ്ലേയോ ഏതെങ്കിലും ഒന്ന് കസ്റ്റമർ ആപ്പിൾ സ്റ്റോറിന്ന് ഡയറക്ട്ലി ഒരു ജെനുവിൻ പീസ് മാറ്റിയതായിട്ട് ഇത് കാണിക്കും. അതെ, ഓക്കെ ഡൺ. അപ്പൊ 512 GB അതിൽ സ്പെഷ്യൽ അതിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും എടുത്ത് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ ഡൺ. നമ്മൾ 15 സീരീസിൽ അത് കഴിഞ്ഞു. നമ്മൾ നേരെ എന്താക്കണം, ചെറുതിലേക്ക് പോകണം, 14 സീരീസിലേക്ക് പോകണം. 14 സീരീസിൽ 14 Pro Max നമ്മൾ കൊടുക്കും. പക്ഷെ ഒന്ന് വെയിറ്റ് ചെയ്യും, കൊടുക്കും. അപ്പൊ നമ്മൾ 14 Pro കൊടുക്കും. നമ്മള് 14 Pro 256 GB. ആദ്യം എടുത്ത് പറയാം, പ്രൈസ് ഡ്രോപ്പ് തരുന്നതുകൊണ്ട് നിങ്ങൾ റിപ്പയർ ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. റിപ്പയർ ഉള്ള പീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആപ്പിൾ സ്റ്റോറിൽ നിന്നാണ്, ഇത് പുറത്തുനിന്നാണ്, എല്ലാം കറക്റ്റ് പറയും. ഇതിന്റെ പ്രൈസ് വെറും 2250 ദിറംസിന് ഒരു 3-4 പീസ് നമുക്ക് കൊടുക്കാം. അത് പ്രൈസ് നല്ല കുറഞ്ഞു കിട്ടിയോണ്ടാണ് അങ്ങനെ കൊടുത്തത്. 2250 സ്പെഷ്യൽ ഓഫർ ആട്ടോ. 14 Pro സ്പെഷ്യൽ 256 GB 2250 പറഞ്ഞു. 3-4 പീസ് ഉണ്ടാവും. സാധനം നല്ല കിടിലൻ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള സാധനം അല്ലേ? ഓക്കെ. അതല്ല, ഇനിയിപ്പോ അതിന് കുറച്ച് കൂടിയത് വേണമെന്നുണ്ടെങ്കിൽ 2350 2400 റേഞ്ചിൽ അത് വേറെ സ്റ്റോക്ക് ഉണ്ട്. ഇത് പ്രൈസ് കുറഞ്ഞു കിട്ടിയോണ്ടാണ്, അല്ലാണ്ട് ഇതിൽ പാർട്സോ കാര്യങ്ങളോ ഒന്നും മാറ്റിയില്ല കേട്ടോ. പ്രൈസ് കുറഞ്ഞിട്ട് കിട്ടിയപ്പോ നമുക്ക് കുറച്ച് 4 പീസ് നല്ല കിഡിൽ 2250 അതിൽ 512 GB ഉണ്ട് 2550 റംസ്. 2550 അതിൽ 1 TB ഉണ്ട് 2750 റംസ്. 512 GB 1 TB ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 256 മേടിച്ച് നിങ്ങൾ വില കുറച്ച് കൊടുക്കല്ല, നമ്മള് 512 1 TB വരെ നിങ്ങൾക്ക് വില കുറച്ചിട്ട് വരുന്നത് അല്ലേ? 2550 512 GB 2750 1 TB. 14 Pro എന്തായി അടുത്തത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 കൊടുക്കാം നമുക്ക്. 14 128 GB. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാണ് ചേട്ടൻ നോക്കട്ടെ, അത്ര തിളങ്ങുന്നില്ല. എന്നാലും എന്റെ കണ്ണ് തിളങ്ങുന്ന പോലെ തിളങ്ങും, അജ്ജാതി തിളക്കും. 128 GB സീറോ സ്ക്രാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ സ്ക്രാച്ച് നോ ഡെന്റ്. 128 GB ഇത് നമ്മൾ കൊടുക്കും 1499. 1499 1499 iPhone 14 മച്ചാമാരെ 128 GB അല്ല കിഡില്ല പ്രൈസിൽ നല്ല കിഡില്ല സാധനം മച്ചാമാരെ. അപ്പോൾ iPhone 15 നോൺ ആക്റ്റീവ് ആണോ 14 128 GB ആണോ എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചോ. നെക്സ്റ്റ് നമുക്ക് കണ്ട കൃഷ്ണമണിക്ക് താഴെ വേറെ സാധനമുണ്ട്. ഇത് പിരിക അല്ല, പിരിക മുകളിലാണ്, നമ്മള് സൂർമയൊക്കെ എടുക്കുന്നത് അതേപോലത്തെ തിളക്കുള്ള 14 തന്നെ 256 GB. ഇത് നമ്മൾ കൊടുക്കും 1750. ഒരു പാർട്സും ചേഞ്ച് ഇല്ല. 256 iPhone 14 ഉണ്ടാവും പക്ഷേ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള സാധനം നല്ല കിഡിൽ ഓഫറിൽ കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കി വെച്ചോളൂ. അടുത്ത നമ്മൾ കൊടുക്കും, ഇതെല്ലാം നമ്മൾ പറയുന്നത് UAE പ്രൈസിലാട്ടാ. UAE നാഷണൽ ഇവിടുത്തെ പ്രൈസ്, ദുബായിലെ പ്രൈസ് ആണ്. ഇപ്പൊ ഇന്ത്യനിലെ പ്രൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇൻറ്റു 23 വെച്ച് കാൽക്കുലേറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ പറയാ, അത് ബാങ്ക് റേറ്റ് ആണ്. അത് റിവേഴ്സ് റേറ്റ് വരുമ്പോൾ അത് കൂടും. 24 അതായത് നമ്മൾ ഇന്ത്യൻ റേറ്റ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഇവിടെ ക്യാഷ് തന്നു കഴിഞ്ഞാൽ മേടിക്കാൻ, എന്നിട്ട് നിങ്ങൾക്ക് അവർക്ക് ഇട്ടു ഡയറക്റ്റ് നമ്മളെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് പേയ്മെന്റ് ഇട്ടിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ 24.10 അങ്ങനെ അതായത് ഇന്ത്യയിൽ നിന്ന് പൈസ ഇങ്ങനെ വലിക്കണമെങ്കിൽ പൈസ കൂടുക തന്നെ ചെയ്യും. അത് നിങ്ങൾ ഇവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റുമ്പോൾ കൂടും. നിങ്ങൾ ഫോർവേഡ് റേറ്റിൽ കൂട്ടും. കുറെ ആൾക്കാർ ഫോർവേഡ് റേറ്റ് കൂട്ടും, ഇവിടുന്ന് അങ്ങോട്ടേക്ക് അയക്കുന്നത് കൂട്ടും, അവിടെ ഇങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ തന്നെ റേറ്റിൽ വേരിയേഷൻ വരും. അതും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. പക്ഷേ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ശമ്പളം കിട്ടിയ പൈസ കൊടുത്തിട്ട് ഇവിടെ വരിക മേടിപ്പിക്കുക, കിട്ടും. അവരെ ടാബിയും മേടിക്കാൻ വലിയ വ്യത്യാസമൊന്നും ഇല്ല, അല്ല ചെറിയൊരു വ്യത്യാസം, ഒരു ദിറംസിന്റെ വ്യത്യാസം വരുന്നുള്ളൂ. എന്ത് വ്യത്യാസം വന്നാലും നിങ്ങൾക്ക് ലാഭമായിരിക്കും ഇവിടുന്ന് മേടിക്കുന്നത്. അത് നല്ല ജെനുവിൻ ആയിട്ടുള്ള ആപ്പിളിന്റെ കിട്ടിലും പ്രൊഡക്റ്റും കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്പിളിന്റെ വാറണ്ടി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലേ? ഇനിയിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ വാറണ്ടിയുള്ള പ്രോഡക്റ്റ് സംടൈംസ് വരുന്നുണ്ട്, അതും വേണമെങ്കിൽ എടുക്കുക. അതിന് അതല്ല നിങ്ങൾക്ക് ഇൻഷുറൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇൻഷുറൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓതറൈസ്ഡ് ഇൻഷുറൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 year ചെയ്യാൻ വേണ്ടി പറ്റും. അത് പ്രീമിയം മോഡൽസ് എല്ലാം 150 ദിറംസ് ആണ് വരുന്നത്, ഓൾമോസ്റ്റ് എല്ലാം വരുന്നത്. അതിൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാധാരണ നമ്മൾ ആപ്പിൾ വാറണ്ടി കിട്ടുമ്പോൾ എന്തൊക്കെയാണോ അതിൽ കവേർഡ് ആവും അതൊക്കെ ഇതിൽ കവേർഡ് ആവും. പിന്നെ ജെനുവിൻലി വരുന്ന ഇഷ്യൂസ് അതിൽ സംടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഡിസ്പ്ലേയിൽ ഇഷ്യൂസ് ഒക്കെ വന്നതൊക്കെ നമ്മൾ ഇൻഷൂറിൽ കൊടുത്തിട്ട് മാക്സിമം കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഫിസിക്കൽ ഡാമേജ് അല്ലാത്തതാണ് ശരിക്കും പെടലി, എന്നാലും നമ്മൾ മാക്സിമം കവർ ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസിന് നിങ്ങൾക്ക് അതും നല്ലതാണ്, കാരണം മാക്സിമം നിങ്ങൾ വാറണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. 150 നോക്കണ്ടേ, നിങ്ങൾക്ക് 1 വർഷം വരെ നിങ്ങൾക്ക് നല്ലതാണ്.
അതെ. അപ്പോൾ വിത്ത് 1 ഇയർ വാറണ്ടി ഉണ്ടോ? എപ്പോൾ നിങ്ങൾ ഐഫോൺ മേടിക്കണോ അതിൽ കൂടെ ഒരു 150 ദിർഹം കൂടെ കിട്ടിയ 1 ഇയർ വാറണ്ടി കൂടെ നിങ്ങൾക്ക് കിട്ടും ഇൻഷുറൻസ്. ഇനി അതിന് പുറമെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിനും നമ്മുടെ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം റീപ്ലേസ്മെന്റ് വാറണ്ടി, 2 months സർവീസ് വാറണ്ടി, ടോട്ടൽ 3 months. ഇനി ഒറിജിനൽ ബാറ്ററി മാറിയ പ്രൊഡക്റ്റ്, അതായത് ഇവിടുന്ന് വിത്ത് സ്ട്രിപ്പ് അടക്കം ഒറിജിനൽ ബാറ്ററി മാറിയ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 3 മാസം ബാറ്ററിക്ക് വാറണ്ടി ഉണ്ടാവും. ആപ്പിളിൽ നിന്നും ബാറ്ററി മാറി കഴിഞ്ഞാൽ 3 മാസം കൊടുക്കും. സെയിം ഇവിടെയും 3 മാസം കൊടുക്കും. ആ 3 മാസം അതിന് പുറമെ 3 month ഡിവൈസിനും വാറണ്ടി ഉണ്ടാവും. ടോട്ടൽ 6 month വാറണ്ടി ഉണ്ടാവും. ടോട്ടൽ 6 month വാറണ്ടി ഉണ്ടാവും. അപ്പം ഇവർ പറഞ്ഞത് തന്നെ. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഫോൺ കെയർ എന്ന് പറഞ്ഞ സാധനം ഇന്നോ ഒന്നിനോ തുടങ്ങിയല്ല. അപ്പോൾ 2-3 വർഷമായിട്ട് ഇവിടെ ഉള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇപ്പം നമ്മുടെ വീഡിയോസിൻ്റെ ബാക്ക് ടു ബാക്ക് നിങ്ങൾ എടുത്തു നോക്കിയാലും ഒരുപാട് വീഡിയോസ് ഇവിടെ കാണും. നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് മേടിച്ച ആളുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഫോൺ ഗാരേജ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ കുറിച്ച് ഫോൺ ഗാരേജ് മാത്രം കേട്ടാൽ മതി. നിങ്ങൾ 100% വിശ്വസിച്ചിട്ട് വരാം. നിങ്ങൾക്ക് ഐഫോൺ എടുത്ത് മേടിച്ചിട്ട് പോവാം. ട്രസ്റ്റ് പിടിച്ചൊരു കളിയില്ല. അതെ, ട്രസ്റ്റ് ഇട്ടിട്ട് ഒരു കളിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 14 പറഞ്ഞു. നമ്മൾ നേരെ എടുത്തേക്ക് വെച്ചാൽ 14 Pro Maxൽ 2 പീസ് ക്ലിയറൻസ് സ്റ്റോക്ക് ആണ്. ഓക്കെ, ക്ലിയറൻസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് സൈഡിലൊക്കെ സ്ക്രാച്ച് ഉണ്ട്. ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാച്ചും കാര്യങ്ങളും വിഷയമല്ല. പക്ഷെ പേയ്മെന്റ് നിങ്ങൾക്ക് കുറഞ്ഞിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് ഒന്നും വിഷയമല്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാത്ത പീസ്, റിപ്പയർ ചെയ്യാത്ത, പുറത്തുനിന്ന് റിപ്പയർ ആക്കാത്ത പീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ. കാരണം ഇതിന് വെറും 2599 dirhams. 2599 dirham. എത്ര GB? 2550 dirhamsന് കൊടുക്കാം. 512 GB, 92 ബാറ്ററി ഉണ്ട്, 96 ബാറ്ററി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾ ഒരു ഫോൺ മേടിക്കുന്ന ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നേരെ വണ്ടി കയറാം, ഫോൺ ഗാരേജിലേക്ക് പോന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഫോൺ മേടിക്കാം. ബഡ്ജറ്റ് എത്ര നിങ്ങൾ ബഡ്ജറ്റ് ഉണ്ടോ അതിനനുസരിച്ച് മേടിക്കാം. നിങ്ങൾ ഏത് ഫോൺ എടുത്താലും ഇനി റിപ്പയർ ആക്കിയ ഫോൺ എടുക്കുന്നുണ്ടോ, റിപ്പയർ ആക്കാത്ത ഫോൺ എടുക്കുന്നുണ്ടോ, എന്തിനും നമ്മൾ വാറണ്ടി തരും. അതെ, അതാണ് കഥ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വിശ്വസിച്ച് 100% വിശ്വസിച്ച് മേടിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ EMI സിസ്റ്റം ഉണ്ട്, നമ്മുടെ ടാബി കാര്യങ്ങളെല്ലാണ്ട്. അതിന് പുറമെ ഇതിന് പുറമെ പറഞ്ഞാൽ ഇതിന്റെ തന്നെ 1 TB വരുന്നുണ്ട്. നമുക്ക് ഒരു 2700 dirhams അതും കൊടുക്കാം. 14 Pro Max 1 TB ബ്ലാക്ക് കളർ അതുകൊണ്ട്. അതെ, 14 Pro Max 1 TB അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ പ്രൈസ് കൊണ്ട് നോട്ട് വെച്ചോ. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രൊഡക്റ്റിൽ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഫേസ് ഐഡി ഇല്ലാത്തത്, ട്രബിൾ ഉള്ളത്, അല്ലെങ്കിൽ ഡിസ്പ്ലേ പുറത്തുനിന്ന് മാറിയതുണ്ടോ, ഷോപ്പുകളിൽ നിന്ന് മാറിയതുണ്ടോ, പ്രൈസ് ഡ്രോപ്പ് ഒക്കെ വരുന്നുണ്ടോ, അങ്ങനെയുള്ള സ്റ്റോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക്. ഇൻ കേസ് നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് അങ്ങനെ ഉണ്ടാവില്ല, പുറത്തുനിന്ന് മാറിയതൊക്കെ ഉണ്ടാവില്ല, കൂടുതലും ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മാറിയത് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് പ്രൈസ് ഡ്രോപ്പിൽ കിട്ടും. അത് ഇടയ്ക്ക് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, തരാൻ വേണ്ടി പറ്റും, ഓഫറിൽ തരാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത നമ്മൾ കൊടുക്കും 13 സീരീസിലേക്ക് പോകാം. അടുത്ത 13 സീരീസ്. ഇപ്പൊ നാഷണൽ ഡേ ആയിട്ട് ലീവും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ UAE ഉള്ളവർക്ക് അറിയാം. ഇപ്പോൾ വെള്ളിയാഴ്ച, നാളെ വെള്ളിയാഴ്ച തുടങ്ങി കഴിഞ്ഞാൽ വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ 5 ദിവസം ലീവ് ഉണ്ട്. 5 ദിവസം ഓഫർ ഉണ്ടാവും. നിങ്ങൾ വന്നാൽ മാത്രം മതി. അതിന് പുറമെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താ പറയാൻ വേണ്ടി വിചാരിച്ചറിയോ, നമ്മൾ 13 Pro Max. 13 Pro Maxൽ 2 കാറ്റഗറി ഉണ്ട്. പ്രൈസ് കുറഞ്ഞിട്ടുള്ള സാധനം വേണം, കണ്ടീഷൻ ഓക്കെ ആയാൽ മതി, അത് വർക്കിംഗ് കണ്ടീഷൻ ഓക്കെ ആയി എന്നുള്ളവർക്കാണെങ്കിൽ ഫേസ് ഐഡി വർക്ക് ചെയ്യാത്ത സ്റ്റോക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഫേസ് ഐഡി മാത്രം വർക്ക് ചെയ്യാത്ത പ്രശ്നങ്ങളുള്ള മാത്രം, അതായത് വേറെ അൽക്കുലത്തെ പരിപാടി ഒന്നും അതിലില്ല. അതൊക്കെ പ്രൈസ് കുറഞ്ഞിട്ടാണ്. അത് നമുക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. നല്ല ക്ലീൻ സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കണ്ടീഷൻ, അതായത് സ്ക്രാച്ചും കാര്യങ്ങളും ഇല്ലാത്തത്, മൈനോട്ട് സ്ക്രാച്ച്, ചെറിയ സ്ക്രാച്ച് ഒക്കെ വരുന്നതിനാണ് പ്രൈസ് ഡ്രോപ്പ് ഉണ്ടാവും. 1999 1999 നത്തിങ് ചേഞ്ച്, പാർട്സ് ഒന്നും ചേഞ്ച് ഇല്ല. 1999 ദിർഹം മുതൽ 13 Pro Max 256 GB സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിട്ട് വെച്ചാൽ മതി. അപ്പോൾ ബാറ്ററി അതുപോലെ തന്നെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളും ഇല്ലാത്തതിന് അങ്ങനെ വില കൂടി അങ്ങനെ പോകും. വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. 13 സീരീസ്, 12 സീരീസ്, 11 സീരീസ്, 14 സീരീസും ആയി. ഇപ്പം 14 സീരീസ് 2 വർഷമായി. 13 സീരീസ് 90+ ബാറ്ററി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സ്റ്റോറിൽ കിട്ടൂല. 13 സീരീസ് കിട്ടൂല. 100 പീസിൽ 1-2 പീസോ കിട്ടുമെന്ന് ഞാൻ പറയാം. ഓക്കെ, അതിന് പുറമെ 90+ ബാറ്ററി വേണമെന്നുള്ളത് ഈ സ്റ്റോർ കിട്ടൂല. നിങ്ങൾക്ക് വേറെ സ്റ്റോറുമായിട്ട് ബന്ധപ്പെടാം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ജെനുവിൻ ആയിട്ട് വരുന്ന സ്റ്റോക്ക്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക്, മാർക്കറ്റിൽ നിങ്ങൾ പറയുന്ന ഏത് സ്റ്റോക്കും കിട്ടും. മാർക്കറ്റിൽ ഇപ്പൊ 13 Pro Max വേണം 100 ബാറ്ററി എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ഒന്ന് അവിടെ നിൽക്കുന്ന പറഞ്ഞാൽ 100 ബാറ്ററി കിട്ടും. ഓക്കെ, അത് ഇവിടെ കിട്ടൂല. ഓക്കെ, 95 ബാറ്ററിയും കിട്ടൂല, 96 ബാറ്ററി ഒന്നും കിട്ടൂല. അപ്പം റയർ ഓഫ് ദ റയർ 100 പീസൊക്കെ നമ്മൾക്ക് വന്ന 1-2 പീസ് റയറായിട്ട് കിട്ടും. റയറായിട്ട് കിട്ടും.
അല്ലാണ്ട് 90+ ബാറ്ററി, ഓൾ 90+ ബാറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇവിടെ ഇല്ല. ഇവിടെ 13 Pro Maxന്റെ ബാറ്ററി ഹെൽത്ത് എല്ലാം 90 ബിലോ ആണ്. 90 ബിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84, 85, 86, 83, 87, 88 ഒക്കെ മാക്സിമം 89 വരെ മാക്സിമം പോകും. അത്രേ പോകും ജെനുവിൻ സ്റ്റോക്ക്. ഇപ്പൊ ഒരു 85 ഇപ്പൊ ഒരു നോർമൽ ആയിട്ടൊരു ബാറ്ററി മാറ്റേണ്ട സമയത്ത് 70ക്ക് താഴെയല്ലേ? അല്ല, 80ക്ക് ബിലോ ആണ് അപ്പോൾ പറയുന്നത്. ഒരു 78 ആകുമ്പോൾ ആൾക്കാർ മാറ്റില്ല കൂടുതൽ. അപ്പൊ ഇപ്പൊ 85% to 75% ഒക്കെ ആവണ സമയത്ത് എത്ര സമയത്തുള്ളതാവും? ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇതിപ്പോ എന്റെ ഫോണാണ് 13 Pro Max ആണ്. 13 Pro Max ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചത് ഞങ്ങൾക്ക് പിന്നെ ഇതിന്റെ ബാറ്ററി ഹെൽത്ത് കാണിച്ചു. അതായത് ഇതിന്റെ ബാറ്ററി ഹെൽത്ത് വരുന്നത് ഇതാണ്. ഇതിന്റെ ബാറ്ററി 89. അതായത് ഇതിന്റെ ബാറ്ററി ഹെൽത്ത് വരുന്നത് ഇതാണ്. ഇതിന്റെ ബാറ്ററി 89. സ്റ്റിൽ 2 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. 2 വർഷത്തിന് മുകളിലായി നമുക്ക് തോന്നുന്നു. 2 വർഷത്തോളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. 89 ബാറ്ററിയാണ്. ഇതിന് 90 സംതിങ് ഉള്ള സമയത്താണ് ഞാൻ എടുത്തത്. 93 94 അങ്ങനത്തെ ഉള്ളപ്പോൾ എനിക്ക് കിട്ടിയത്. 94 ഉള്ളപ്പോൾ എൻ്റെ ഓർമ്മയിൽ അങ്ങനെയുള്ളത്. ഇപ്പോഴും സെയിം ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, ഒരു മാറ്റമില്ല. അപ്പം നിങ്ങളുടെ ഒരു മൈൻഡിലുണ്ടാവും 84 ആയി കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് മാറ്റാണ്, 94 ആയി കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് മാറ്റാം. പിന്നെ സ്വാഭാവികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ചിന്ത ഇതാണ്. 90+ ബാറ്ററി ആലോചിച്ച് പോകുന്നവർക്കാണെങ്കിൽ വേറെ സ്റ്റോറുമായിട്ട് സമീപിക്കുക. ഒറിജിനൽ കണ്ടീഷൻ, നത്തിങ് ചേഞ്ച്, ഒരു പാർട്സും ചേഞ്ച് ഇല്ല എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പ് തരാൻ പറ്റിയ സ്റ്റോർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ കയറിച്ച് അതിനകത്ത് തന്നിരിക്കുക ഉറപ്പ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഫോൺ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് മാത്രമല്ല നോക്കേണ്ടത്, ഫോണിൻ്റെ കണ്ടീഷനാണ്. ആ കാര്യത്തിൽ നിങ്ങൾ 100% വിശ്വസിക്കുക. അതുപോലെ തന്നെ ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ ബാറ്ററി പെർസെൻറ്റേജ് ഇപ്പോൾ അപ്ഡേഷൻ വരുമ്പോഴും അപ്ഡേഷൻ മാറുമ്പോഴും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേർഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊന്നും നോക്കണ്ട. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ കേബിളും അഡാപ്റ്ററും ഒറിജിനൽ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രം. കേബിൾ മാക്സിമം നല്ല ഹൈ ക്വാളിറ്റിയുള്ള കേബിൾ ഉപയോഗിക്കുക. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ സാഫോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കേബിൾ C ടൈപ്പ് പൊളി എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒറിജിനൽ ടു ഒറിജിനൽ സാധനമാണ്. കാരണം ഞാൻ വേറൊരു കമ്പനിയുടെ സാധനം ഇവിടെ വെക്കുന്നില്ല. ആപ്പിളിന്റെ ഒറിജിനലും ഇത് മാത്രം, വേറൊരു കമ്പനിയുടെ വെക്കുക. ചീപ്പായിട്ട് 3-4 ദിറംസും 10 ദിറംസിലൊക്കെ കിട്ടുന്ന കേബിൾ ഒന്നും വെക്കുന്നില്ല. നല്ല കേബിൾ ഉപയോഗിക്കുക. നിങ്ങൾ അഡാപ്റ്റർ മാക്സിമം ഒറിജിനൽ യൂസ് ചെയ്യുക. ബാക്കിയുള്ള ഒരു അഡാപ്റ്റർ നിങ്ങൾ ഒഴിവാക്കുക. അഡാപ്റ്റർ മാക്സിമം ഒറിജിനൽ ഉപയോഗിക്കുക. മാക്സിമം നല്ല 100% നിങ്ങൾ ഒറിജിനൽ വാങ്ങാൻ വേണ്ടി നോക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം ഒറിജിനൽ. ഇത് ഇങ്ങനെ കഥ പോലെ ആയിട്ട് ലാഗ് അടിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്നും എന്താ പറയുക, ഇത് നമ്മൾ പറയില്ല, നമ്മളെ കടമയാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു തരും. അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ലാഗായിട്ട് തോന്നുന്നു, നിങ്ങൾക്ക് അടിച്ചടിച്ച് കളയാം. ആവശ്യമുള്ളവർക്ക് മാത്രം ഇത് കേട്ടിട്ട് ഞാൻ കാര്യം പറയാം. കുറെ ഞാൻ കണ്ടിട്ടുണ്ട്, കമന്റ്സ് കുറെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കര ലാഗ് അടിച്ചിട്ട് പറയുന്നത്, അങ്ങനെ പറയുന്നത്, ഇങ്ങനെ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ കണ്ടിട്ട് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ കണ്ടിരുന്നിട്ട് അവർക്ക് വേണ്ട പ്രൊഡക്റ്റ്, അവർക്ക് വേണ്ട ഇൻഫർമേഷൻ കാര്യങ്ങൾ കിട്ടും. കാരണം എല്ലാം അറിഞ്ഞിട്ട് നിൽക്കുന്നവനല്ല ഈ. അപ്പോൾ ആവശ്യമില്ലാത്ത ടോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിച്ചടിച്ച് കളയാ, നെക്സ്റ്റിലേക്ക് പോവാം. പ്രൈസ് മാത്രം കേൾക്കാനാണെങ്കിൽ പ്രൈസ് മാത്രം ഇതാ കേട്ടുക. അത്രേ ഉള്ളൂ. ഇത് കാര്യങ്ങൾ അറിയണം, വ്യക്തമായിട്ട് അറിയണം. ഇവരുടെ അടുത്തുള്ള സ്റ്റോക്കിന്റെ കണ്ടീഷൻസ് ഇങ്ങനെയാണ്, ഇവർ പറയുന്ന ഗ്രേഡ് ഇങ്ങനെയാണ്, ഇതുകൊണ്ടാണ് പ്രൈസ് കുറവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് കാര്യം. ഇപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ വീഡിയോ കാണുമല്ലോ, ഇപ്പൊ വീഡിയോ കണ്ടാൽ കൂടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ നമ്പർ അയച്ചിട്ട് ഇത് കോൺടാക്ട് നമ്പർ എവിടെ എന്ന് ചോദിക്കും. സംഭവം വീഡിയോ തന്നെ നമ്മൾ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് മുഴുവൻ കാണില്ല ആളുകൾ. മനസ്സിലായി? ചില ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരൊറ്റ വിടലാ. അതിൽ നമ്പർ എടുത്തിട്ട് ആ നമ്പർ വരെ നോക്കില്ല എന്നുള്ളതാണ് സത്യത്തില്. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് പറയില്ല, ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല. നമ്മള് കാര്യങ്ങള് ശരിക്കും പ്രോപ്പറായിട്ട് പറഞ്ഞു തരും. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര ബോറടിക്കാതൊക്കെ ചില ആൾക്കാർ. പക്ഷെ കാര്യം പറയാൻ നിവർത്തിയില്ല. ഞാൻ പറഞ്ഞില്ലെങ്കിലും പ്രശ്നം, നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നം. നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല, നിങ്ങൾ എന്താ? അപ്പം എല്ലാ ഭാഗവും കേൾക്കണം, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കരിയണം നിങ്ങൾ. 13 Pro Maxന്റെ സ്റ്റോക്ക് ഇതാണ്. 1999 മുതൽ 2250 വരെയുള്ള സ്റ്റോക്ക് ഉണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ സ്റ്റോക്കാണ്. റിപ്പയറും കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ഡ്രോപ്പ് വരുന്നത് വെറും ചെറിയൊരു മൈനോട്ട് സ്ക്രാച്ചസിന്റെയോ ഗ്രേഡിന്റെയോ വ്യത്യാസത്തിന് മാത്രം. നോ റിപ്പയർ. നെക്സ്റ്റ് നമ്മൾ പോകും കണ്ണാടി ചില്ല് പോലത്തെ തിളങ്ങുന്ന വെടിക്കെട്ട് സാധനം. 13 Pro വെടിക്കെട്ട് സാധനം വേണമെന്നുണ്ടെങ്കിൽ 13 Pro വെടിക്കെട്ട് സാധനം. ദുനിയാവിൽ വെയിറ്റ്, അതായത് റേറ്റ് കുറഞ്ഞിട്ടും ഏറ്റവും കൂടുതൽ ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു മോഡലും, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരു തരം പ്രാന്താണ് ഇതിന്റെ മുകളിൽ. അത് 13 Proന്റെ മുകളിലാണ്. എത്രയ്ക്ക് കൊടുക്കാം കിടിലം പ്രൈസ്? നല്ല കിടിലം പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കാറ്റഗറിയിലുള്ള സാധനമുണ്ട്. നമുക്ക് 1650 കൊടുക്കാം, 1799 കൊടുക്കാം. 1699 എന്താണ് 1650 എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾ നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യുന്നതും ഞാൻ എന്റെ ഫോൺ യൂസ് ചെയ്യുന്ന രണ്ടും വ്യത്യാസമുണ്ട്. എന്റെ ഫോണിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ചെറുങ്ങനെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്, ഗ്ലാസ് ഒക്കെ പൊട്ടി. കാരണം റഫ് യൂസ് ഒക്കെ ആടുകടിയും വെച്ച് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നല്ല ഇങ്ങനെ
കാണുമ്പോൾ തുടച്ച് അപ്പൊ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് രണ്ടും നമ്മൾ രണ്ടാളും ഒരുമിച്ച് എടുത്ത ഫോണാണ്. പക്ഷേ എന്റെ യൂസേജ് നിങ്ങളുടെ യൂസേജ് വ്യത്യാസമുണ്ട്. ഇനി ചെറിയൊരു സ്ക്രാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അതിന് ചെറിയൊരു പ്രൈസ് കുറവുണ്ടാവും. പ്രൈസ് ഉണ്ടാവും. അതായത് 13 Pro നല്ല കിട്ടുന്ന ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് വില കുറയും. 1650 പോലെ സ്റ്റോക്ക് ഉണ്ട്. റിപ്പയർ ഇല്ല. അത് 1750 ആവുമ്പോൾ നല്ല സ്റ്റോക്ക് ആയിരിക്കും. 1799 അതിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ജെനുവിൻ ബാറ്ററി മാറിയതുണ്ട്. ജെനുവിൻ ബാറ്ററി മാറിയ സ്റ്റോക്ക് ഉണ്ടോ? അതായത് നല്ല ക്ലീൻ സ്റ്റോക്ക്. ഇത് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഇല്ല. അതായത് നമുക്കിപ്പം ജെനുവിൻ സ്റ്റോക്കിൽ എന്ന് പറഞ്ഞാൽ 78, 76 ബാറ്ററി. അതായത് യൂസ്ഡ് ഫോൺസിൽ നിങ്ങളോട് പ്രത്യേകം രണ്ടിന് ചാർജ് ഇല്ല. നെക്സ്റ്റിലേക്ക് വരും, അടുത്തേക്ക് വരും. ചാർജ് ഇല്ലാത്ത പ്രശ്നം വേറൊന്നുമില്ല. ഇതിൽ ചാർജ്. അപ്പൊ നല്ല സ്റ്റോക്കിൽ ഇപ്പൊ ഇത് നല്ല ക്ലീൻ സ്റ്റോക്ക്. LCD സ്ക്രീനോ സ്ക്രാച്ചോ ഒന്നുമില്ലതാ. മിയ സാധനമാണ്. ഈ 3 മാസം ബാറ്ററിക്ക് വാറണ്ടി ഞാൻ തരും. 3 മാസം വാറണ്ടി വരും. ബാറ്ററിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്പോട്ടിൽ നിങ്ങളെ പൈസ ഞാൻ തിരിച്ചു തരും. ബാറ്ററിന്റെ കാര്യത്തിൽ അത്രയും ഗ്യാരണ്ടി വരും ഈ ബാറ്ററി മാറിയതിന്റെ പേരിൽ. കാരണം അത്രയും പറയുന്നത് ഇത് കണ്ട നിങ്ങൾ സ്റ്റോക്കിന്റെ കണ്ടീഷൻ കണ്ട നിങ്ങൾ നല്ല കിട്ടില്ല പോലത്തെ സ്റ്റോക്കാണ്. ഇനി അപ്ഡേറ്റഡ് ആണെന്ന് ചോദിക്കും. ഡിസ്പ്ലേ അടിച്ച പോലെ മറ്റേ ക്യാമറ അടിച്ച പോലെയൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം ലേറ്റസ്റ്റ് അപ്ഡേഷൻ ചെയ്തിട്ട് തരും. ഇവിടുന്ന് ഏത് പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് അപ്ഡേഷൻ നമ്മൾ ചെയ്തിട്ട് തരും. മനസ്സിലായോ? 18 പോയി 16 പോയി എന്ന് പറയണ്ട, ലേറ്റസ്റ്റ് ചെയ്തിട്ട് വരും. ബാറ്ററിന്റെ ഹെൽത്ത് നോക്കും നിങ്ങൾ. 100 ബാറ്ററി. അപ്പോൾ ആൾക്കാർ ചോദിക്കും എന്ത് ഇതിന്റെ വാട്ടർ പ്രൂഫ് പോയില്ലേ, അത് പോയില്ലേ, ഇത് പോയില്ലേ. നിങ്ങൾ ഇടുന്ന ഫോൺ ഇത് ജെനുവൻ ബാറ്ററി മാറിയത്. 100 ബാറ്ററി മാറിയ സാധനമാണ്. ഇതിന്റെ പ്രൈസ് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മാറിക്കുന്ന ജെനുവൻ ആപ്പിൾ പാട്ടെന്ന് കാണിക്കും. ഷോപ്പിൽ നിന്ന് മാറുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പായിട്ട് മാറും. ബാറ്ററി മാത്രമായിട്ട് മാറും, വിത്ത് ബാറ്ററി വിത്ത് സ്ട്രിപ്പ് ഉണ്ട്. സ്ട്രിപ്പിന് കുറച്ച് പൈസ കൂടുതലാണ്. അപ്പോൾ ആൾക്കാർ കൂടുതലും ബാറ്ററി മാത്രം മാറുമ്പോൾ പ്രശ്നമാണ്. അപ്പം സ്ട്രിപ്പ് അടക്കം മാറിക്കഴിഞ്ഞാൽ അതിനൊരു വൃത്തി കിട്ടി. അതുപോലെ തന്നെ ബാറ്ററി ഹെൽത്ത് കറക്റ്റ് ആയിട്ട് കിട്ടും. ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവുകയോ കാര്യങ്ങളൊന്നും ചെയ്യൂല. ഇപ്പം നമ്മുടെ അടുത്ത് കസ്റ്റമർ നമ്മുടെ അടുത്ത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതായത് പറഞ്ഞെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ നല്ല വില കൊടുത്തു. കാരണം ബാറ്ററി ജെനുവിൻ ബാറ്ററി മാറിയതാണ്. ലോക്കല് 30-40 രൂപ ബാറ്ററി ഒന്നും മാറിയിട്ട് കൊടുക്കുന്ന പരിപാടി. നല്ല ബാറ്ററി മാറുക കൊടുക്കുക. അതെ. അപ്പൊ അതിൽ വേറെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഫോൺ മേടിച്ചപ്പോൾ നിങ്ങൾ ഇന്നൊരു 13 Pro Max മേടിച്ചിട്ട് ഇനിയിപ്പോൾ 4 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേ സാധനം ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിലയിൽ നല്ല മാർക്കറ്റ് റേറ്റ് വെച്ചിട്ട് അതിലൊക്കെ ഒരു 50 grams കൂടി നമ്മൾ എടുക്കും. അതെ. അപ്പൊ അതാണ്. അപ്പൊ വാങ്ങണ ബില്ലും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് നേരെ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാൻ വേറെ ഫോൺ എടുത്തിട്ട് പോകാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പൊ ബാറ്ററി മാറി വരുന്ന സ്റ്റോക്ക് ആണെങ്കിൽ അതായത് വരുമ്പോൾ തന്നെ മാറിയിട്ട് വരുന്നതാണെങ്കിൽ പ്രൈസ് വളരെ കുറവായിരിക്കും. പക്ഷെ ഇവിടുന്ന് മാറുമ്പോൾ എന്ന് പറഞ്ഞാൽ ബാറ്ററിന്റെ കോസ്റ്റ് കൂടും. സാധാരണ എടുക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി വരും. പക്ഷേ അതിലേക്ക് എന്ന് പറഞ്ഞാൽ 100 ബാറ്ററി ഉണ്ടാവും. ഓക്കെ, അതിന് വാറണ്ടി ഉണ്ടാവും. ഓക്കെ, അപ്പൊ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സ്റ്റോക്ക് കണ്ണാടിച്ചിൽ പോലത്തെ വെടിക്കെട്ട് സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ കിട്ടും. 1799 അല്ല കിട്ടില്ല സാധനം. 13 Pro 256 GB വെടിച്ചില്ല സാധനം. വേറെ ലെവൽ സാധനം. നല്ല 100% സാധനം. ഓക്കെ, ഒരു രക്ഷയില്ല. ഇനി 1650 dirhams നിങ്ങൾക്ക് യൂസ്ഡിൽ ചെറിയ മൈനോട്ട് സ്ക്രാച്ചസ് ഉള്ളു. ചെറിയ മൈനറേ ഉള്ളൂ. വലിയ ഡീപ്പ് സ്ക്രാച്ച് ഉള്ളതൊന്നും ഇതില്ല. അങ്ങനത്തെ സ്റ്റോക്ക് വേണം. 1650 റേറ്റിൽ കിട്ടും. 1650 ദിർഹം മുതൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ വരിക, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു സാധനം ഇവിടുന്ന് ചൂസ് ചെയ്ത് എടുത്തിട്ട് പോകാൻ പറ്റും കേട്ടോ. 5 ദിവസം ലീവ് നിങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് അതിന് പുറമെ എന്ന് പറഞ്ഞാൽ 13 Pro കഴിഞ്ഞ് 13 Pro Max കഴിഞ്ഞു. 13 256 GB 2-3 പീസൊക്കെ സ്റ്റോക്ക് ഉണ്ട്. കാരണം അത് ഇപ്പൊ കൂടുതൽ ആൾക്കാരും Pro Maxലേക്ക് പ്രൈസ് ഡ്രോപ്പ് പോകുന്നുണ്ട്. അപ്പൊ 13 വേണ്ടവർക്ക് 1350, 1250, 1400 ആ റേഞ്ചിൽ കിട്ടും. 12 Pro യൂസ്ഡിലേക്ക് പോവുകയാണെങ്കിൽ 1100, 1200, 1300 ആ റേഞ്ചിൽ 12 Pro. യെസ്, വളരെ കുറവാണ്. ഓക്കെ, 12 Pro കൂടെ നോട്ട് ചെയ്തു. ഇനി അതല്ല നിങ്ങൾക്ക് ബ്രാൻഡ് ന്യൂ വേണം, 1 year ആപ്പിൾ വാറണ്ടി വേണം എന്നുള്ളത് 1700 സ്റ്റോക്ക് ഉണ്ട്. 12 Pro. ഓക്കെ, 1 year ആപ്പിൾ വാറണ്ടിയുള്ള പ്രൊഡക്റ്റ് വേണം. ഓക്കെ, അതിന്റെ ആപ്പിൾ വാറണ്ടി ഉള്ള പ്രൊഡക്റ്റ് ഇപ്പോൾ ഇറങ്ങുന്നത് പറഞ്ഞാൽ ആപ്പിൾ സർട്ടിഫൈഡ് റീഫർബ്, അതായത് സർട്ടിഫൈഡ് പ്രീ ഓൺഡ് അല്ലെങ്കിൽ സർട്ടിഫൈഡ് റീഫർബ് എന്ന് പറയും. അപ്പൊ വേറെ കാര്യം, ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ സാംസങ്ങിന്റെ ഫോൺ ആയാലും ഐഫോണിന്റെ ഫോൺ ആയാലും അപ്പൊ അതിൽ റീഫർബിഷ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതും റീഫർബിഷ്ഡ് മാറി. ഇപ്പം പല സൈറ്റിലുള്ള ആൾക്കാരും റിന്യൂവ്ഡ് എന്നുള്ളൊരു സംഭവം ഇട്ടിട്ടുണ്ട്. റിന്യൂവ്ഡ് എന്നുള്ള സംഭവം കസ്റ്റമറിനെ ജസ്റ്റ് ഒന്ന് മാർക്കറ്റിങ്ങിന് വേണ്ടി ഞാൻ വേറൊന്നുമല്ല. ഞാൻ എടുത്ത് പറഞ്ഞുതരാം. ആരും പോയിട്ട് പെടാണ്ടിരിക്കുക. വെറുതെ എന്തിനാണ് നിങ്ങൾ 50 dirhams 20 dirhams ഗ്യാപ്പിന് പോകേണ്ട? 1 year വാറണ്ടി എന്നൊക്കെ കാണിക്കും. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ആപ്പിൾ വാറണ്ടിക്ക് ഏത് സൈറ്റിലും ആപ്പിൾ വാറണ്ടി തന്നെ മെൻഷൻ ചെയ്യും. അത് ഇവിടുത്തെ പ്രമുഖ സൈറ്റിൽ ഒരുപാടുണ്ട്. അതിൽ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാരണം മോശമാണെന്ന് പറഞ്ഞാൽ നമ്മൾ യു എയിലുള്ളത്. അതായത് ഏതൊരു ഓൺലൈൻ ഇപ്പൊ ഏതൊരു ഫേമസ് ഓൺലൈനിൽ കാണുന്ന ഏറ്റവും ഭയങ്കര ട്രസ്റ്റഡ് ആയിക്കോട്ടെ, സംഭവം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിൽ കാണിക്കുന്ന സമയത്ത് ഒക്കെ സെല്ലറാണ്. ഡയറക്റ്റ് ഇപ്പം എന്റെ
സ്ഥാപനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് അറിയാലോ സെല്ലർ നിങ്ങൾക്ക് വേണമെങ്കിൽ സെല് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സംഭവം ഉണ്ട്. അത് ഓരോ സ്റ്റോറുകാർ സെല് ചെയ്യുന്നത്, അല്ലാണ്ട് അവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം സർട്ടിഫൈഡ് പ്രീ ഓൺഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ആപ്പിൾ സർട്ടിഫൈഡ് പിന്നെ പ്രീ ഓൺഡ് 1 year ആപ്പിൾ വാറണ്ടി എന്ന് എടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1 year ആപ്പിൾ വാറണ്ടി എന്ന് എടുത്ത് മെൻഷൻ ചെയ്തിട്ട് മാത്രം വാങ്ങുക. 1 year വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്. അതെ, അപ്പൊ അതായത് ഇപ്പോൾ ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. ഇവർ ഇത്രയും കാര്യമായിട്ട് പറയണത് എന്താണെന്ന് ചോദിച്ചാൽ പല ഓൺലൈൻ സൈറ്റിൽ നിന്നും മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴാണ് ഇവർ ആ സത്യം ഇവരാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ? അങ്ങനെ വന്ന എന്തെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ റിന്യൂഡ് എന്നുള്ള സംഭവം നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്. റിന്യൂഡ് എന്ന് പല സൈറ്റിലും കാണും. വാങ്ങിയേ ചേരും, 100% വാങ്ങരുത്. അതിന്റെ ക്യാമറ പുറത്തുനിന്ന് മാറിയതാണ്. ഇത് പുറത്തെ ഷോപ്പുകളിൽ നിന്ന് കംപ്ലീറ്റ് പാർട്സ് മാറുന്നു. ക്യാമറ, ഹൗസിങ്, അതുപോലെ തന്നെ ഡിസ്പ്ലേ കംപ്ലീറ്റ്. ആ ഒറിജിനൽ ഫോണും ഒറിജിനൽ ഒരു യൂസ്ഡ് ഫോൺ ഇത് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര വെയിറ്റില്ല. ബോർഡൊക്കെ അല്പം മാറിയിട്ടുണ്ട്. ചിലപ്പോൾ ബോർഡ് മാത്രമേ ഒറിജിനൽ ഉണ്ടോ. ആപ്പിളിന്റെ സർട്ടിഫൈഡ് പ്രീ ഓൺഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് തന്നെ സർട്ടിഫൈഡ്. അതുകൊണ്ടാണ് ആപ്പിൾ വാറണ്ടി 1 year കൊടുക്കുന്നത്. ആ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട്. ആപ്പിൾ സർട്ടിഫൈഡ് പ്രീ ഓൺഡ് 1 year ആപ്പിൾ വാറണ്ടിയുള്ള പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 12 Proയിലുണ്ട്. 1700 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 1799 വിത്ത് ബോക്സ് 1 year ആപ്പിൾ വാറണ്ടി 1699. ഇനി അതിന് അതിന് കൂടെ എന്ന് പറഞ്ഞാൽ 13 Proയില് 1 TB അതായത് ഗ്രീൻ കളർ ആൽഫൈൻ ഗ്രീനിൽ സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ 1 year ആപ്പിൾ വാറണ്ടിയിൽ 2799 അതും കൊടുക്കാം. കൊടുത്തോളാം മോനെ. 2799 സ്പെഷ്യൽ ഓഫർ ആട്ടോ. അത് നമുക്ക് കൊടുക്കാം. 13 Proയില് 1 TB അതും കൊടുക്കാം 2799. അതിന് പുറമെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 13 പറഞ്ഞ 12 പറഞ്ഞു. 12 മറ്റേ യൂസ്ഡ് ഉണ്ട് സിംഗിൾ പീസ് ഒക്കെ. ഇനി 128 നോൺ ആക്റ്റീവ് ഉണ്ട് 1299. 256 നോൺ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ 1399 അതും സ്റ്റോക്ക് ഉണ്ട്. 12 ഏത് കളർ വേണമെന്ന് പറഞ്ഞാൽ മതി. ഈ കളർ ഏത് കളർ വേണമെങ്കിലും ഐഫോൺ 12 അവൈലബിൾ ആണ്. 12 13 14 ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന നല്ല പ്രൊഡക്റ്റ് ആട്ടോ. ഇതൊക്കെ സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണ്. നല്ല അജാതി 5G സ്റ്റാർട്ട് ചെയ്യുന്ന സാധനമാണ്. ഐഫോൺ 12 എടുത്തൂട് ഒന്ന് ചിന്തിക്കരുത്. 5G ആണ്. 5G നോൺ ആക്റ്റീവ് അല്ലേ? നോൺ ആക്റ്റീവ് 256 256 GB വെച്ചാൽ വരെ. ഓക്കെ ഡൺ. അപ്പോൾ ഇത് ഐഫോൺ 12 വേണ്ടവർക്ക് 12, 13 വേണ്ടവർക്ക് നോൺ ആക്റ്റീവ്, 14 ഏതൊക്കെ വേണ്ട ഏത് സാധനങ്ങൾക്ക് ആപ്പിളിന് നല്ല ജെന്യൂൻ പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ ഡൺ. ഇനി അടുത്ത് നമുക്ക് എന്താ 12 കഴിഞ്ഞു നമ്മുടെ അടുത്ത്. പിന്നെ 11 യൂസ്ഡ് ഓർഡർക്ക് 850 ആണ് വരുന്നത്. ഇതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ സ്റ്റോക്ക് ആണ്. അതുകൊണ്ട് പ്രൈസ് വരുന്നുണ്ട്. മാർക്കറ്റിൽ അതിൽ കുറഞ്ഞിട്ട് കിട്ടുന്നുണ്ടാവും. പക്ഷേ ഇത് നല്ല ഗ്രേഡ് ആണ്, ഹയസ്റ്റ് ഗ്രേഡ് ആണ്. ഇതിൽ ബാറ്ററി ചേഞ്ച് ഉള്ളതുണ്ടാവും, ബാറ്ററി അത് നമ്മൾ ഇവിടുന്ന് മാറിയതുണ്ടാവും, അല്ലാത്തതുണ്ടാവും. ഏത് വേണം സ്റ്റോക്ക് എടുക്കുക, ആ റേറ്റിലുള്ളത് ഉണ്ടാവും. ഇനി അതിന് പുറമെ എന്താ കൊടുക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാനുണ്ട്? ബ്രാൻഡ് ന്യൂ കൊടുക്കാനുണ്ട്. ഓക്കെ അല്ലേ? ബ്രാൻഡ് ന്യൂ ചെയ്യേണ്ട നമ്മള് ബ്രാൻഡ് ന്യൂ ഐഫോൺ 16 Pro Max പ്രൈസിൽ തരുന്ന പറഞ്ഞു. ഒരൊറ്റ വിളി വിളിച്ചാൽ മതി പറഞ്ഞു നിങ്ങള്. ഇപ്പൊ ഏതെങ്കിലും TDR വേണമെങ്കിൽ TDR, ജപ്പാനാണെങ്കിൽ ജപ്പാൻ, ഏത് വേണമെങ്കിലും സ്പെഷ്യൽ. അതിന് വേറൊരു കാര്യം എടുത്ത് പറയാണ്ട്, പുതിയന്ന് പറഞ്ഞാൽ ജപ്പാന് എന്താ പ്രശ്നം, ഇതിനെന്താ പ്രശ്നമൊന്നും ഇല്ല. ഇത് പറഞ്ഞാല് ജപ്പാനൊക്കെ പറഞ്ഞാൽ വില കുറഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ഇല്ലാണ്ട് വരുന്ന സാധനങ്ങൾ ഇതൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈ വില കുറഞ്ഞിട്ട് കിട്ടുന്നത്, വേറൊന്നുമല്ല. അപ്പം TDR എന്ന് പറയുന്നതിന്റെ അർത്ഥം ആദ്യം എല്ലാവരും മനസ്സിലാക്കണം. TDR എന്നുള്ളതിന്റെ അർത്ഥം ആദ്യം അറിഞ്ഞിട്ട് വരാം. ജസ്റ്റ് ഗൂഗിൾ കൊണ്ടുപോയിട്ട് സെർച്ച് ചെയ്യുക. TDR ഈ രണ്ടും. പണ്ട് TRA ആയിരുന്നു, ഇപ്പൊ TDR ആണ്. TRA എന്ന് പറയുന്നത് ടെലിഫോൺ രജിസ്റ്റേർഡ് ഡിപ്പാർട്ട്മെന്റ്, ടെലിഫോൺ രജിസ്റ്റേർഡ് അതോറിറ്റി. TDR അത് മാറ്റി അവരൊന്ന് മോഡിഫൈ ചെയ്തു. ആദ്യം എന്റെ പഴയ പച്ചപ്പുല്ല, ഇനിയിപ്പോ ഞാൻ പച്ചപ്പുല്ല് മാറ്റി ഒന്ന് കൂടി. അല്ല, ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്റേർഡ് അതോറിറ്റി, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ വിശ്വാസമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ജസ്റ്റ് നിങ്ങൾക്ക് എന്താക്കുക, TDRA എന്ന് ഗൂഗിളിൽ അടിക്കുക. TDRA UI. ഓക്കെ, UI അടിച്ച് ചെയ്താൽ ടെലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി TDRA ദുബായ്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മളെ ചെക്കൻ പറഞ്ഞ പോലെ ഇതൊരു ഓഫീസാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് TDRA എന്ന് പറഞ്ഞാലും അതായത് ദുബായ് അപ്രൂവ്ഡ്, അതായത് ലൈസൻസ് ആണ്. നമ്മുടെ നാട്ടിലെ പോലെ ISO മാർക്ക് ഇതൊക്കെ പറയുന്ന പറഞ്ഞാണ്, വേറൊന്നുമില്ല. പക്ഷെ ഐഫോണിന് വേറെ കാര്യമുണ്ട്. ഐഫോണിന് എല്ലാ ഫോണുകളും ഏത് മേക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ യൂസർ ആണെങ്കിലും അതായത് ഇന്റർനാഷണൽ വാറന്റിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിലൊരു അത്ര ഒരു പ്രോബ്ലം ഇതിന് വരുന്നില്ല. പക്ഷെ സാംസങ് പോലുള്ള ഫോണുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ TDR എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ വാറന്റി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഇതിപ്പോ ഇത് TDR സ്പെക് ആണ്. ഓക്കെ, ഇത് ജപ്പാൻ സ്പെക് ആണ്. ഇതിൽ ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് ഇതിൽ മറ്റേ UI മെയ്ഡ് ആണ്. UAയിൽ മെയ്ഡ് ഇല്ല. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആപ്പിൾ USA ഓക്കെ ഓൾറെഡി റിസർവേഡ്, ഇപ്പുറത്തും TDRAയിലും രണ്ടും സെയിം ആണ്. ഓക്കെ, ഇനി നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആപ്പിൾ ഡിസൈൻഡ് ബൈ കാലിഫോർണിയ,
പക്ഷെ ഇതിന്റെ മെയിൻ ലാൻഡ് ഒക്കെ വരുന്നത് ചൈനയാണ്. അസംബ്ലിഡ് കംപ്ലീറ്റ് ചൈനയാണ്. അസംബ്ലിഡ് ചൈനയാണ്. അതായത് ഇങ്ങോട്ട് ഒന്നുകൂടി ഇനിയിപ്പോ ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിന്റെ അസംബ്ലിഡ് ഇൻ ചൈന അതർ ഐറ്റംസ് ആർ മാർക്കറ്റ് തരുന്നത് ഇത് സെയിം സാധനം തന്നെ ഇവിടെ TDRAയിൽ ഓതിയിട്ടുണ്ടാവും. അസംബ്ലിഡ് ഇൻ ചൈന ഒരു മാറ്റൂല മക്കളെ, ഇതെല്ലാം വരുന്നത് ചൈനയിൽ തന്നെയാണ്. ചൈനയിലാണ് പ്രൊഡക്ഷൻ. ഇപ്പൊ ഇതേ സാധനം ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഉണ്ട്, പല സ്ഥലങ്ങളിലും വേറെ പ്രൊഡക്ഷൻ ഉണ്ട്. ഇത് ഇന്ത്യൻ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ വരുന്നത് അപ്പൊ ക്വാളിറ്റി നോ ഡിഫറൻസ്. നിങ്ങൾക്ക് പല ഇതുണ്ടാവും, അത് ഇതില്ല അതില്ല. UAE എന്ന് പറഞ്ഞാൽ UAE മോഡൽ, അതായത് UAEക്ക് വരുന്ന സ്പെക്കിൽ ഓരോ ഗവൺമെന്റ് ഉണ്ട്, ഓരോ രാജ്യത്ത് ഓരോ ഇതുണ്ട്. UAE സ്പെക്കിൽ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഫേസ് ടൈം ആയിരിക്കും. ഫേസ് ID അല്ല, ഫേസ് ടൈം. അത് റീജിയൻ മാറ്റി വരില്ലേ? റീജിയൻ മാറ്റി വരും, പക്ഷേ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ കിട്ടൂല, ഇതുണ്ടാവില്ല. പക്ഷെ പിന്നെയും എനിക്ക് ഒന്ന് ബെറ്റർ കുറച്ചും കൂടി എനിക്ക് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിനൊക്കെ ഇന്റർനാഷണൽ വെർഷനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഉപയോഗിച്ചിടത്തോളം ഇന്റർനാഷണൽ വെർഷൻ ഞാൻ ഉപയോഗിച്ചപ്പോഴത്തോളം എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ബാക്കിയുള്ളവരുടെ എനിക്കറിയില്ല, കമന്റ്സിൽ പറയാം നിങ്ങൾക്ക്. എനിക്കറിയില്ല കറക്റ്റായിട്ട് പ്രോപ്പർ ആയിട്ട്, പക്ഷെ എൻ്റെ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് ഇന്റർനാഷണൽ വെർഷൻ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയത്. അപ്പം ഒരാൾക്കാരുടെ ഒപ്പീനിയൻ ഏതെടുത്താലും ഫോൺ ഒന്നാണ്, ക്വാളിറ്റി നോ ഡിഫറൻസ്. ഇനി എടുത്ത് വെക്കാൻ മാത്രം ഒന്നുമില്ല, എടുത്ത് മുകളിൽ കൊണ്ടുപോയി വെക്കാൻ മാത്രം ഒരു സംഭവം ആപ്പിളിൽ എക്സ്പെഷ്യലി എടുത്ത് പറയാൻ മാത്രമില്ല. എല്ലാം സെയിം ആണ്. നിങ്ങൾ ഏത് വെർഷൻ എടുത്താലും ക്യാമറ ഒന്നാണ്, ഡിസ്പ്ലേ ഒന്നാണ്, ബാറ്ററി ബാക്കപ്പ് എല്ലാം ഒന്ന് തന്നെ. ഈ മറ്റേ ജപ്പാനിൽ 99 ബാറ്ററിയും UAEയിൽ 98 ബാറ്ററി അങ്ങനെ ഒന്നും കണക്കില്ല. ഏത് എടുത്താലും 100 ബാറ്ററി. മൊത്തത്തിൽ എന്താ പറയുന്നത് വെച്ചാല് നമ്മൾ നല്ല കിഡിലെ ഓഫറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ തുടങ്ങിയത് ഇങ്ങനെ സ്ലോ ആണെങ്കിൽ നല്ല കിഡിലെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? പൊളിച്ചടിക്കില്ലേ? കുറെ കാലം നമ്മുടെ ജിം മെമ്പർ വന്നിട്ട് ഉണ്ണിമൂന്നിന് ട്രെയിനിങ് കൊടുക്കാൻ പോയിരിക്കായിരുന്നു മാർക്കോ സിനിമയില്. ജിമ്മിന് പോകണമെന്ന് പറഞ്ഞത് രാത്രി ബന്ധപ്പെടുക, ജിമ്മിന് പോകണമെന്ന് പറയണേ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോ ബാക്കി കമന്റും കാര്യങ്ങളൊന്നും അടിക്കാൻ മറക്കണ്ട. ഈ വീഡിയോ നമ്മൾ രണ്ടാളെ തരുന്നത് അത്യാവശ്യം ഇയർബഡും കാര്യങ്ങളും കൊടുക്കണ്ട. അപ്പൊ വേറെ ലെവൽ ഓഫർ. അപ്പൊ മറക്കണ്ട, ബ്ലാക്ക് ഫ്രൈഡേ, യെല്ലോ ഫ്രൈഡേ, വെള്ളി ശനി ഞായർ എല്ലാ ഓഫറും ഒരുമിച്ച് വെച്ചിട്ടാണ്. ഐഫോൺ വാങ്ങാൻ വരുന്നവര് നേരെ വരെ വിസിറ്റ് ചെയ്തപ്പെടുന്ന ഒരു ഫോൺ എടുക്കാതെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അമ്മാരി കളക്ഷനും കാര്യങ്ങളും എല്ലാ സാധനം കൊണ്ട് ബാക്കി എല്ലാം ഇവർ റെഡിയാക്കി തരും. നിങ്ങൾ വന്നാൽ മാത്രം മതി. അതുപോലെ UAE എല്ലാവരും ഡെലിവറി, സൗദി ഡെലിവറി, ഖത്തറിൽ ഷോപ്പ്, ഫോൺ ഗാരേജ്. ഇവിടെ മാത്രമല്ല, ഇവിടെ പരിമിതികൾ കൊണ്ടാണ്. താഴെ സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടം പോലെ. ഇതൊക്കെ എപ്പോൾ മടങ്ങ് വരാം, സ്റ്റോക്ക് റെഡിയാണ്. മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് വരാം. ഷോപ്പിന്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കറാമ, നിയറസ്റ്റ് മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADCB. ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ സ്ഥലത്തും. അല്ലത്താർ മാൾ അറിയില്ലെങ്കിൽ നിങ്ങൾ കീർത്തി റെസ്റ്റോറൻറ്റ് ചോദിച്ചാൽ മതി. എക്സാക്ട് ലൊക്കേഷൻ കീർത്തി. നിങ്ങൾ അവിടെ എത്തിയിട്ട് ഒരു പേര് ചായ കുടിക്കുമ്പോഴത്തേക്ക് നമ്മളവിടെ നിങ്ങൾ വന്നിട്ട് പിക്കപ്പ് ചെയ്യും. അതെ, അപ്പൊ അതാണ് കളി. അപ്പൊ എന്തായാലും അഴിച്ചടിക്കുക. അപ്പൊ എന്തായാലും നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാം, അറിയാം, എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും നാഷണൽ ഡേ ഒക്കെ ആയിട്ട് അടിപൊളിയാക്കുക, എല്ലാം അടിപൊളിയായിട്ട് ബാക്കി നിങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും താങ്ക് യു.